and Dr. K.P. Aravindan will lead the discussion. Dr. Vinod Skaria is a clinician and a computational biologist. He's researching on vertebrate genome and is involved in translating genomic technologies for clinical applications. He's a member of Hugo Pan Asian Population Genomics Initiative Task Force. Is also the co-founder of Genomics for Understanding Rare Disease Indian Alliance Network. Is over 120 publications in international peer-reviewed journals, 2 book chapters, 2 books to his credit. He is the recipient of the CSIR Young Scientist Award and many other awards. Dr. K.P. Aravindan, a doctor who alerts about illicit practices in the field of medicine, former president of Shastra Sahitya Parishad, whose creative interventions during the period when Nipah shook Kerala was praiseworthy. We request both of you to begin the discussion. എല്ലാവർക്കും സ്വാഗതം. ഭാഷ മലയാളം അല്ലേ? മലയാളം പോരെ? ഇന്നിവിടെ വളരെ ജിനോമിക്സ് എന്നെല്ലാം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇത് വല്ലാത്തൊരു ഹാർഡ് സയൻസ് ആണോ നമ്മളിവിടെ പറയാൻ പോകുന്നതെന്നുള്ളൊരു ധാരണ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അങ്ങനെയല്ല, ഈ ഒരു വിഷയത്തെ വളരെ വളരെ നൂതനമായ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് ഒരു 25-30 മിനിറ്റ് കഴിഞ്ഞാൽ ബാക്കി നേരം ഒരു 15 മിനിറ്റ് നേരമെങ്കിലും ഓഡിയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ മുകളിലുള്ള ചർച്ചയ്ക്കും വേണ്ടി നമുക്ക് ചിലവാക്കാമെന്ന് കഴിഞ്ഞു. ജിനോമിക്സ് എന്ന് പറഞ്ഞ ഈ ശാസ്ത്രശാഖ വളരെ വളരെ പുതിയതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഏതൊരു ജീവിയുടെയും ജനിതക ഘടന, അതായത് നമ്മൾ ഓരോരുത്തരും ഏത് ലോകത്തിലുള്ള എല്ലാ ജീവികളും അന്തിമമായി ഒരു കോശത്തിൽ നിന്ന് ഉണ്ടായി വന്നതാണെന്നുള്ള ആധുനിക ബയോളജി കരുതുന്നത്. അങ്ങനെയുള്ള ഈ കോശങ്ങളിലുള്ള ഓരോ ഗുണങ്ങളും നിർണ്ണയിക്കുന്നത് ജീനുകളാണ്. ആ ജീനുകളെല്ലാം തന്നെ ഒരു ജനിതക കോഡുണ്ട്. ആ ജനിതക കോഡ് പ്രകാരമുള്ള ഒരു ജനിതക ഘടന, ആ ജനിതക ഘടനയ്ക്കാണ് ജിനോം എന്ന് പറയുന്നത്. നമ്മുടെ ക്രോമസോമുകളിൽ ഉള്ള DNA, ആ DNA-യിൽ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ATGC 4 തരം ന്യൂക്ലിയോടൈഡ് ഉണ്ട്. ഈ 4 തരത്തിലുള്ള ATGC ന്യൂക്ലിയോടൈഡുകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതി, ആ രീതിയിലുള്ള വ്യത്യാസമാണ് സർവമാന ജീവികളും തമ്മിലുള്ള എല്ലാ വ്യത്യാസങ്ങൾക്കും കാരണം. അന്തിമമായി പറഞ്ഞാൽ എല്ലാ ജീവിയിലും ഈ ATGC തന്നെയാണ് ജനിതകം. അതിൽ പക്ഷെ അത് ക്രമീകരിക്കുന്ന രീതി, അതിൽ വരുന്ന ഈ ലെറ്ററുകൾ എങ്ങനെ വന്നിരിക്കുന്നു, ഒരു പുസ്തകത്തിൽ എങ്ങനെ വ്യത്യസ്തമായ ഇംഗ്ലീഷ് ഭാഷയിൽ 26 ലെറ്റേഴ്സ് കൊണ്ട് എങ്ങനെ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നു, അതേപോലെ 26 ലെറ്ററിന് പകരം 4 ലെറ്റർ വെച്ചുകൊണ്ട് എഴുതുന്ന പുസ്തകങ്ങളാണ് എല്ലാ ജീവിയുടെയും ജനിതക ഘടനകൾ. ഇതാണ് ജിനോം എന്ന് പറയുന്നത്. ഈ ജിനോമിനെ ഇന്ന് പൂർണ്ണമായി കണ്ടെത്താൻ വേണ്ടി നമുക്കത് ഓരോ ജീവിയുടെയും ജിനോം ഇതാണ് എന്ന് സീക്വൻസ് ചെയ്തുകൊണ്ട് കൃത്യമായി ഇതാണ് ജിനോം എന്ന് കണ്ടെത്താനുള്ള കഴിവ് നേടിയിരിക്കുന്നു. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, വളരെ അത്ഭുതകരമായ മറ്റൊരു കാര്യം, വളരെ ആശയ്ക്ക് വക നൽകുന്ന മറ്റൊരു കാര്യം, പല രോഗങ്ങളും ഈ ജീനുകളിലുള്ള പാകപ്പിഴകൾ കൊണ്ടാണെങ്കിൽ ആ പാകപ്പിഴ എന്താണെന്ന് നോക്കി അതിനെ തിരുത്താൻ ഒരു ബുക്ക് എഡിറ്റ് ചെയ്യുന്ന മാതിരി അതിലെ അക്ഷരത്തെറ്റുണ്ടെങ്കിൽ ആ അക്ഷരത്തെറ്റിനെ തിരുത്താനുള്ള കഴിവ്, അതാണ് എഡിറ്റിംഗ്. അത് ചെയ്യാൻ കഴിയുന്നു. മൂന്നാമതുള്ളത് ഭാവിയാണ്. ആ ഭാവിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ
പുതിയതായി ഒരു പുസ്തകം എഴുതാൻ പോലുമുള്ള കഴിവ് ഇന്ന് മനുഷ്യൻ ആർജിച്ചിരിക്കുന്നു. ഒരു പുതിയ പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ജീവിയെ, ഇതുവരെ ഉണ്ടാവാത്ത ഒരു പുതിയ ജീവിയെ ഉണ്ടാക്കാനുള്ള, അതിപ്പോൾ സാധിക്കുമോ ചോദിച്ചാൽ ഇല്ല. പക്ഷേ അതിനുള്ള കഴിവുകൾ, അതിനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഒരുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഒരു 25 വർഷം വളരെ വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വളരെ മെഡിസിനിലും അഗ്രികൾച്ചറിലും മറ്റ് എല്ലാ കാര്യത്തിലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അങ്ങനെയുള്ള ഈ ജനിതക സാങ്കേതിക വിദ്യ, പ്രത്യേകമായുള്ള ജിനോമിക സാങ്കേതിക വിദ്യ, ആ ജിനോമിക സാങ്കേതിക വിദ്യയെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടത്തുന്നത്. ഞാനും വിനോദും കൂടെയുള്ള അടുത്ത ഒരു അരമണിക്കൂറിൽ ഒരു കാര്യം കൂടെ പറയാനുള്ള, വിനോദ് എൻ്റെ വിദ്യാർത്ഥിയാണ്, അതേസമയം ഇപ്പോൾ എൻ്റെ അധ്യാപകൻ കൂടെയാണ്. ഞാൻ ഈ രംഗത്തെ ഒരു അമച്വറും വിനോദ് ഈ രംഗത്തെ പ്രൊഫഷണലുമാണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് പത്തോളജി പ്രൊഫസറായിരുന്ന കാലത്താണ്, പത്തോളജിയിൽ പഠിപ്പിക്കുന്ന കാലത്താണ് വിനോദ് എൻ്റെ വിദ്യാർത്ഥിയായിരുന്നത്. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്ന് ജിനോമിക്സ് പഠിക്കാൻ വേണ്ടി ഒരു ആഴ്ചക്കാലമുള്ള ഒരു വർക്ക്ഷോപ്പ് അത് പോയി അറ്റൻഡ് ചെയ്തത്. കാരണം ഇത് പഠിക്കാതെ ഇനി ഒന്നും ബയോളജിയിൽ കാര്യമില്ല എന്നുള്ളൊരു സ്ഥിതി വന്നുകൊണ്ട് ഇത് പഠിക്കാനായി പോയി വിനോദ് നടത്തിയ ഒരു വർക്ക്ഷോപ്പിൽ പോയാണ് അതിൻ്റെ പാഠങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അധ്യാപകൻ കൂടിയായ വിനോദാണ് കൂടെയുള്ളത്. ഞാൻ ആമുഖമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി വിനോദിന് കൈമാറുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജിനോമിക്സ് എന്ന പുസ്തകം വളരെയധിക കാലം ആളുകൾക്ക് വായിക്കാൻ പറ്റുന്നത് കുറച്ച് വാക്കുകളിലൂടെ മാത്രമാണ്. അതായത് ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് ആയിരുന്നില്ല, നമുക്ക് വാക്കുകൾ മാത്രമേ വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2003 നമുക്ക് ഈ മുഴുവൻ പുസ്തകത്തിൽ എന്തൊക്കെ വാക്കുകളുണ്ടോ അതെങ്ങനെയൊക്കെ അറേഞ്ച്ഡാണ്, എങ്ങനെയൊക്കെയാണ് ചാപ്റ്റേഴ്സായിട്ട് ഓർഗനൈസ്ഡ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റി. കാരണം ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് മുഖേന. അതിനുശേഷമുണ്ടായ അഡ്വാൻസസ് കാരണം നമുക്ക് ഇപ്പോൾ ഒരു റെഫറൻസ് ഹ്യൂമൻ ജീനോം മാത്രമല്ല, നമ്മളുടെയൊക്കെ ജീനോം പുസ്തകങ്ങൾ വായിക്കാൻ ഉള്ള ടെക്നോളജീസ് അവൈലബിൾ ആണ്. കുറേയധികം കാര്യങ്ങളിൽ ഈ ജീനോം എന്ന പുസ്തകം വായിക്കുന്നത് കൊണ്ട് നമുക്ക് ജനിതകപരമായ രോഗങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. ഇതിന് വളരെയധികം ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ജനിതക രോഗങ്ങൾ നമ്മളെപ്പോഴും കരുതുന്നത് ഇത് ഭയങ്കര റെയറായിട്ട് ചെയ്യുന്ന ഡിസീസസ് ആണ്. വല്ലപ്പോഴും 1000-ലോ 10,000-ലോ ഒന്നായിട്ട് വരുന്ന ഡിസീസസാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പൊതുവെ. പക്ഷേ നമ്മൾ കൂടുതൽ വായിക്കും തോറും, നമ്മൾ കൂടുതൽ ജീനോം സീക്വൻസ് ചെയ്യുന്ന തോറും നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അത്ര റെയറായിട്ട് കാര്യങ്ങളല്ല. കേരളത്തിലെ പോലുള്ള സംസ്ഥാനത്ത് പോലും ഇത് വളരെ പ്രെവലൻ്റ് ആയിട്ടുള്ള ഡിസീസസാണ്. ഇതൊരു ഡിസീസല്ല, നമ്മുടെ ഏത് വാക്കാണ് വ്യത്യാസം അതിനനുസരിച്ച് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം മാറും, ആ അർത്ഥം മാറുന്നതനുസരിച്ച് അതിൻ്റെ ഡിസീസും മാറും. അപ്പോൾ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 കൊല്ലം, മോസ്റ്റ്ലി കഴിഞ്ഞ 5 കൊല്ലത്തിൽ നമ്മുടെയൊക്കെ ജിനോം സീക്വൻസ് ചെയ്യാൻ പാകത്തിൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത 5 കൊല്ലത്തിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പോലുള്ള മോസ്റ്റ് ആളുകൾക്കും ഒരു CTO MRIO ചെയ്യുന്ന പോലെ അത്രയും കോസ്റ്റിൽ തന്നെ നമ്മുടെ ജീനോം സീക്വൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് കുറേ ക്ലിനിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രൊഫസർ അരവിന്ദൻ പറഞ്ഞതുപോലെ ഇത് ക്ലിനിക്കലി ഇത് കുറേ യൂട്ടിലിറ്റി ഉണ്ട്. CTO MRIO ചെയ്യുന്നത് പോലെ നമ്മൾ CTO MRIO ചെയ്യുന്നത് നമ്മുടെ ആന്തരികാവയവങ്ങളുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ നമുക്ക് ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസിൽ ജീനോം സീക്വൻസ് ചെയ്യാൻ സാധിക്കും ഫ്യൂച്ചറിൽ. ആ ജീനോം സീക്വൻസിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറേയധികം ഉപകാരമുണ്ടാവും ക്ലിനിക്കൽ ഡയഗ്നോസിസിനും ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റും. പ്രൊഫസർ അരവിന്ദൻ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കും. പ്രൊഫഷണലായി എൻ്റെ ജോലി രോഗങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു പത്തോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പത്തോളജിസ്റ്റ് ചെയ്യുന്ന പണി ഡയഗ്നോസിസാണ്, രോഗങ്ങളെ കണ്ടെത്തുന്നത്. ഇതിന് പല തരം ലബോറട്ടറി സാങ്കേതിക വിദ്യകളുണ്ട്. മൈക്രോസ്കോപ്പ് കൂടെ നോക്കിയും അല്ലാതെയും പുതിയ പലതരം ടെസ്റ്റുകൾ ചെയ്തുമൊക്കെയാണ് കൺവെൻഷനലായിട്ട് നമ്മൾ രോഗം കണ്ടെത്തുന്നത്.
ഇതിൻ്റെ എല്ലാം ആധാരം ആധുനിക വൈദ്യശാസ്ത്രം തന്നെ ആരംഭിക്കുന്നത് സെൽ തിയറിയുടെ ആവിർഭാവത്തോടെയാണ്. അതായത് ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്, കോശമാണ്. ആ കോശങ്ങളിൽ വരുന്ന കേടുപാടുകളാണ് എല്ലാ രോഗങ്ങൾക്കും കാരണം എന്ന് 1961 റുഡോൾഫ് ഫിർക്കോ എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായ ഒരു വൈദ്യശാസ്ത്രജ്ഞൻ പറയുകയുണ്ടായി. അദ്ദേഹമാണ് ഫാദർ ഓഫ് പത്തോളജി എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ രോഗകാരണത്തിൻ്റെ ഇന്നുള്ള സിദ്ധാന്തം കോശങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, അതാണ് രോഗത്തിന് കാരണം. ഈ മാറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള പല രീതികളുണ്ട്. ആ രീതികളൊക്കെ തന്നെ ഉപയോഗിച്ചാണ് ഇന്ന് നമ്മളെല്ലാ രോഗങ്ങളും കണ്ടുപിടിക്കുന്നത്. അങ്ങനെയുള്ള ഇത് കണ്ടുപിടിക്കുന്ന രീതികൾ എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കോശങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, സ്വഭാവത്തിൽ വരുന്ന മാറ്റം, ഫങ്ഷണൽ ചേഞ്ച്, അല്ലെങ്കിൽ ഈ ഫങ്ഷണൽ ചേഞ്ച് വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു സാധനം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കോശം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മളൊരു ബയോകെമിസ്ട്രി ഒരു ടെസ്റ്റ് ചെയ്ത് ഒരു എൻസൈം കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നെല്ലാം നോക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ ഒരു പദാർത്ഥം കൂടുതലുണ്ടാവും. അപ്പോൾ അത് കൂടുതലുണ്ടോ എന്ന് മെഷർ ചെയ്ത് നിങ്ങൾ പറയും ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ECG എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫങ്ഷനാണ് ആ ഇലക്ട്രിക്കൽ ചാർജ്, അത് വെച്ച് നോക്കും. ക്യാൻസറുകൾ പലതും കണ്ടുപിടിക്കുന്നത് അതിലെ കോശങ്ങളിൽ വരുന്ന ഘടനയിലുള്ള മാറ്റം മൈക്രോസ്കോപ്പിലൂടെ നോക്കി കണ്ടുപിടിക്കും. അപ്പോൾ ഇങ്ങനെ ഗുണങ്ങളിലുള്ള മാറ്റത്തെ പൊതുവിൽ നമ്മൾ പറയുന്ന ബയോളജിയിൽ പറയുന്ന വാക്ക് ഫീനോടൈപ്പ് എന്നാണ്. അപ്പോൾ പ്രകടമായി ഒരു മാറ്റം എന്തിലെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഫീനോടൈപ്പിൽ മാറ്റം വരുന്നു. അപ്പോൾ ഈ കോശങ്ങളുടെ ഫീനോടിപ്പിക്കൽ ചേഞ്ച് വെച്ചാണ് നമ്മൾ എല്ലാ രോഗനിർണയങ്ങളും ഇതുവരെ നിശ്ചയിക്കുന്നത്. എന്നാൽ ഈ ഫീനോടൈപ്പിൽ വരുന്ന മാറ്റത്തിനപ്പുറത്തേക്ക് ജനിതകമായി ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഏത് ഫീനോടൈപ്പ് മാറ്റം ഉണ്ടെങ്കിലും അതിന് പിന്നിൽ ഒരു ജനറ്റിക് ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയുള്ള ജനിതകമായുള്ള മാറ്റം അത് നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അത് കണ്ടുപിടിക്കാൻ പല ജനറ്റിക് രോഗങ്ങൾ, ജനിതക രോഗം, ഒരു ജീനിന് കേടുണ്ടെങ്കിൽ ആ ജീനിനെ നമുക്ക് കണ്ടുപിടിക്കുക. അതിപ്പോൾ തന്നെ കുറേ കാലമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ ഉണ്ടെങ്കിൽ ആ ജീന് ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ജീൻ നമ്മൾ കണ്ടുപിടിക്കും. ഇതങ്ങനെയല്ല, മൊത്തത്തിലുള്ള എല്ലാ ജീനുകളെയും കൂടെയുള്ള ഒറ്റ പിക്ചർ, ആ ഫുൾ പിക്ചർ എടുത്തിട്ട് ആ ഫുൾ പിക്ചറിൽ നിന്ന് എന്തെല്ലാം മാറ്റങ്ങളുണ്ടെന്ന് നോക്കുന്ന അതാണ് ജെനോമിക്സ്. ആ ജെനോമിക്സ് സാധ്യമാവുന്നത് ഇപ്പോൾ വിനോദ് പറഞ്ഞ ഒരു പുതിയ സാങ്കേതിക വിദ്യ കഴിഞ്ഞ ഒരു 15 വർഷമായി അരങ്ങേറിയിട്ടുള്ള നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്. ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് ചെയ്യാൻ ഒരു മനുഷ്യൻ്റെ ജീന് കണ്ടുപിടിക്കാൻ 13 വർഷം എടുത്തു. ഒരു മനുഷ്യൻ്റെ ജീന് മുഴുവനായി സീക്വൻസ് ചെയ്യാൻ 13 വർഷം എടുത്തു. അതിന് എത്ര ബില്യൺ, $1 ബില്യൺ ചെലവായി. എന്നാൽ ഇന്ന് പുതിയ സാങ്കേതിക വിദ്യ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യ, ഇത് പ്രകാരം ഒരു ജീൻ കണ്ടെത്താൻ വേണ്ടി ഏതാനും ദിവസങ്ങൾ മാത്രം മതി. ഒരു ജിനോം മുഴുവൻ കണ്ടെത്താൻ ഏതാനും ദിവസം മതി. അതിന് ഏതാണ്ട് $1000 മാത്രം മതി. ആ $1000 എന്നുള്ള താമസിയാതെ $100 ആവും, അതിനേക്കാൾ കുറയും. അപ്പോൾ അതൊരു സാധാരണ ലബോറട്ടറി ടെസ്റ്റായിട്ട് മാറും. അതാണ് വിനോദ് പറഞ്ഞത്. എന്നാൽ ഇതിന് ജീനിനെ മുഴുവനായി കണ്ടുകൊണ്ട് പല രോഗങ്ങളെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ ഒരു ഡിസീസ് തിയറി, ഒരു ഫ്രെയിം വർക്കിൽ വേണം ഇത് കാണാൻ. ആ ഫ്രെയിം വർക്ക് ഇതുവരെയായിട്ട് നമ്മുടെ കയ്യിലില്ല. അതാണ് വളരെ വലിയ മാറ്റങ്ങൾ, ശാസ്ത്രത്തിൽ വരുന്ന വലിയ കുതിച്ചുചാട്ടങ്ങൾ, വലിയ മാറ്റങ്ങളെ പറയുന്ന തോമസ് കുൺ പണ്ട് പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്, പാരഡൈം ഷിഫ്റ്റ് എന്ന്. അത്തരത്തിലുള്ള ഒരു പാരഡൈം ഷിഫ്റ്റാണ് മെഡിസിനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഫീനോടൈപ്പിൽ നിന്ന് ഫീനോടൈപ്പ് പ്ലസ് ജീനോടൈപ്പ്, മറ്റേ നമ്മൾ മുഴുവൻ കളയുന്നില്ല, ഫീനോടൈപ്പും ജീനോടൈപ്പും കൂടെ വെച്ച് രോഗത്തെ നിർണ്ണയിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ നൂതന സാങ്കേതിക വിദ്യ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ പലതരം ടെസ്റ്റുകളും ചെയ്ത് നമ്മൾ നോക്കി ഇന്ന് ഒരു ഉത്തരത്തിലും എത്താത്ത എത്രയോ രോഗങ്ങളുണ്ട്. അങ്ങനെയുള്ളത് നമ്മൾ ഇതൊന്നും അറിയാതെ ജിനോം മാത്രം ചെയ്തുകൊണ്ട് ആ ജിനോമിൽ, സാധാരണയുള്ള ജിനോമിൽ നിന്ന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി അതിൽ നിന്ന്
എന്തെങ്കിലും തീരുമാനങ്ങളിലേക്ക് എത്തുന്ന രീതി, ആ രീതിയിലേക്കാണ് മെഡിക്കൽ ശാസ്ത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പഴയ രീതി കളയാന്നല്ല, പഴയ രീതിയോടൊപ്പം ഇതുകൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട്. പക്ഷെ ഇന്ന് അതിനുള്ള പ്രതിബന്ധം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മനുഷ്യരെ പഠിച്ചുകൊണ്ട് ഉള്ള ആ നോളജ്. ഇന്നിപ്പോൾ നമ്മൾ പത്തോളജിയിൽ ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു സ്ലൈഡ് വെച്ചുകൊണ്ട് മൈക്രോസ്കോപ്പിൽ നോക്കിയത് ഇത് ഇന്ന ക്യാൻസർ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് എനിക്ക് പറയാൻ കഴിയുന്നത് അനേകം പേര് എത്രയോ വർഷമായി ഇത്തരത്തിൽ പലതും പഠിച്ച് അതിനെപ്പറ്റി തിട്ടപ്പെടുത്തി എഴുതി വെച്ച ഒരു ഡാറ്റാബേസ് ഉള്ളത് കൊണ്ടാണ്. ആ ഡാറ്റാബേസിനെ റെഫർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ സാധനം ചെയ്തത്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ഡാറ്റാബേസ് ഉണ്ടായി വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നാളെ തന്നെ സംഭവിക്കില്ല. ഇനി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വളരെ പുതിയ രീതിയിൽ രോഗനിർണയം നടത്താനുള്ള അരങ്ങ് ഒരുക്കിക്കഴിഞ്ഞു എന്നുള്ളത്. അതിലേക്കാണ് ആ ഡയഗ്നോസിസിൻ്റെ കാര്യത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് ഒരു 5 വർഷത്തിനുള്ളിൽ എല്ലാ പത്തോളജി ലബോറട്ടറികളിലും ഈ ജനോമിക് പ്രിൻ്റ് ഔട്ട് കൂടെ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. മിക്ക ഡോക്ടേഴ്സും ഇതുപോലെ ജനോമിക് പ്രിൻ്റ് ഔട്ട്സ് വെച്ച് അതിൻ്റെ ഡാറ്റ വെച്ചായിരിക്കും പല സംഗതികളിലേക്കും എത്തിച്ചേരുന്നത്. ഇന്ന് ജനോമിക്സ് അറിയാത്ത ഡോക്ടർമാർ ഉടനെ അത് പോയി പഠിക്കണം എന്നുള്ളത് കൂടെയാണ് എനിക്ക് പറയാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് അതില്ലാതെ ഇനി ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ഭാവിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്ര മാത്രമേ ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ. ഇതിനേക്കാൾ നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വിഷയത്തിലേക്ക് ഞാൻ ശ്രദ്ധ തിരിക്കുകയാണ്. അതായത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം. എങ്ങനെ ജനിതക രോഗം, പലതരം ജനിതക രോഗങ്ങളുടെ വളരെ വളരെ ദുർഭാഗ്യകരമായിട്ടുള്ള തലച്ചോറിനെയും ഇതിനെയൊക്കെ ബാധിക്കുന്ന ജനിതക രോഗങ്ങളായിട്ട് കുട്ടികൾ ജനിക്കുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളുടെ എംബ്രിയോ സ്റ്റേജിൽ തന്നെ അത് ഉണ്ടെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തുകൊണ്ട് ഇത് ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. അതിനുള്ള പുതിയ എഡിറ്റിംഗ് മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും അധികം റിസർച്ച് നടക്കുന്ന ഇന്ത്യയിൽ, ഞാൻ അതുകൂടെ പറയട്ടെ, ഇന്ത്യയിൽ ഏറ്റവും അധികം കട്ടിംഗ് എഡ്ജ് റിസർച്ച് ബയോളജിയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റഗ്രേറ്റീവ് ബയോളജി, IGIB എന്ന് പറഞ്ഞാൽ ജിനോമിക്സ് ആൻഡ് ഇൻ്റഗ്രേറ്റീവ് ബയോളജി. വിനോദ് വർക്ക് ചെയ്യുന്ന സ്ഥാപനം. നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള തരത്തിൽ ലോകോത്തര നിലവാരമുള്ള കട്ടിംഗ് എഡ്ജ് റിസർച്ച് നടക്കുന്ന സ്ഥലമാണ്. അവരുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വലിയൊരു ആഗ്രഹം ഇവിടെ കേരളത്തിലുള്ള സിക്കിൾ സെൽ രോഗികളുടെ ഈ ജനിതക എഡിറ്റിംഗ് വഴി ഇങ്ങനെയുള്ള സിക്കിൾ സെൽ രോഗികളെ സുഖപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ഒരു അന്വേഷണം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ കാര്യത്തെപ്പറ്റി വിനോദിനോട് ക്ഷണിക്കുന്നു. പ്രൊഫസർ അരവിന്ദൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമ്മുടെ ടെക്നോളജി നമ്മളെ അലൗ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജിനോം നമുക്ക് പഠിക്കാൻ പറ്റും, നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഒരു ബുക്ക് റീഡ് ചെയ്യുന്നത് പോലെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള പലരും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ടൈപ്പ് റൈറ്റർ യൂസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. ഓക്കെ, ടൈപ്പ് റൈറ്ററിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അക്ഷരത്തെറ്റുണ്ടെങ്കിൽ നമുക്ക് അത് തിരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് തിരിച്ചു പോയിട്ട് വൈറ്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് തിരിച്ചേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വളരെ ശ്രമകരമായ ഒരു പ്രക്രിയയായിരുന്നു. നമ്മൾ ഒരു പേജ് ടൈപ്പ് ചെയ്തു, അതിൽ തെറ്റ് വന്നു, അത് നമ്മൾ പിന്നെയും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടൊരു സ്ഥിതി വന്നില്ലായിരുന്നു. പക്ഷെ അത് ചേഞ്ച് ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ വേർഡ് പ്രൊസസ്സേഴ്സ് പറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് വന്നപ്പോഴാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോയിട്ട് അവിടെ തെറ്റ് തിരുത്താൻ പറ്റുന്ന ഒരു പ്രക്രിയയായിരുന്നു ഈ വേർഡ് പ്രൊസസ്സേഴ്സ്. ഈ ജിനോം എഡിറ്റിങ്ങും ഇതേപോലെ തന്നെ ഒരു പ്രക്രിയയാണ്. ജനിതകമായ വ്യത്യാസങ്ങളുണ്ടാവുമ്പോൾ ഡിസീസസ് ഉണ്ടാവും. ആ ഡിസീസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ തെറ്റുകൾ ജിനോമിൽ തന്നെ തിരുത്താൻ പറ്റുന്ന ടെക്നോളജിയാണ് ജിനോം എഡിറ്റിംഗ്. ഇത് ഒരു ടെക്നോളജി അല്ല, കുറേ ടെക്നോളജീസ് സംയോജിപ്പിച്ചുണ്ടാക്കിയ ഒരു പ്രക്രിയയാണ് ഈ ജിനോം എഡിറ്റിംഗ്. ഇതിൽ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ കുറേ ഡിസീസസ് ഉണ്ട്. സിക്കിൾ സെൽ അനീമിയ ഒരു എക്സാമ്പിൾ ഡിസീസാണ്, ജനിതകമായ രോഗമാണ്. ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡിൽ ATGC പോലെ ന്യൂക്ലിയോടൈഡിൽ ഉണ്ടാകുന്ന വ്യതിയാനം കൊണ്ട് നമ്മുടെ രക്താണുകോശങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് സിക്കിൾ സെൽ അനീമിയ. അത് സിക്കിൾ ഷേപ്പിലായിരിക്കും. ഇത് വളരെ പ്രെവലൻ്റ് ആയിട്ടുള്ള ഡിസീസാണ്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കുറച്ച് പോപ്പുലേഷൻസിൽ ഇത് വളരെ പ്രെവലൻ്റ് ആയിട്ടുള്ള ഡിസീസാണ്.
ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ നമ്മൾ രക്തം പുറത്തു നിന്ന് കൊടുക്കുക. കാരണം ഇവർക്ക് അനീമിയ ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ രക്തം പുറത്തു നിന്ന് കൊടുക്കുക. അപ്പോൾ ഇവർക്ക് ട്രാൻസ്ഫ്യൂഷൻ ഉണ്ടാവും. ചെറിയ കുട്ടികൾ ആവുന്നത് തൊട്ടേ വലിയ ആളുകളാവുന്നത് വരെ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്ഫ്യൂഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ട്രാൻസ്ഫ്യൂഷൻസ് കൊണ്ട് കുറേ അധികം പ്രശ്നങ്ങൾ ഈ കുട്ടികൾക്ക് വേറെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ടെക്നോളജി അലൗ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോശങ്ങളിൽ, ഈ സെൽസിൽ ഈ ജനിതകമായ വ്യത്യാസം തിരിച്ചാക്കി നോർമലാക്കി ഈ കുട്ടികളിൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയാൽ ഈ കുട്ടികൾ നമ്മളെപ്പോലെയൊക്കെ തന്നെ നോർമലായിട്ട് ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കും. ഈ പ്രക്രിയക്കാണ് നമ്മൾ ഈ ജിനോം എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജിനോം എഡിറ്റിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, രണ്ടാമത്തേത് ഇതിന് റിസർച്ചിൽ വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. റിസർച്ചിൽ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ പ്രൊഫസർ പറഞ്ഞതുപോലെ ഒരു കോശങ്ങളിൽ നമുക്ക് ജിനോമുണ്ട്. ഈ ജിനോം ജീൻസ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഏകദേശം 22,000 ജീൻസ് ഉണ്ട് നമുക്ക്, പ്രോട്ടീൻ കോഡിങ് ജീൻസ്. ഇതാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത്. പ്രോട്ടീൻസാണ് സെൽസും ഓർഗാനിസും ഉണ്ടാക്കുന്നത്. ഈ 22,000 ജീൻസിൽ ഏറെക്കുറെ ജീൻസ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 15,000 ജീൻസിൻ്റെ ഫങ്ഷൻസ് നമുക്ക് ഇതുവരെ കൃത്യമായിട്ട് അറിയില്ല. ഈ ഫങ്ഷൻസ് അറിയാനുള്ള ഒരേ ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഈ ജീൻസിനെ ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് നോക്കുക ആ കോശങ്ങൾക്ക് എന്ത് സംഭവിച്ചു. ഇതിനുള്ള ഒരു പ്രക്രിയ നമുക്ക് ജീനോം എഡിറ്റിംഗ് കൂടെ ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ജീനും നമുക്ക് ഡിസ്റപ്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും ഈ കോശങ്ങൾക്കോ ഈ ഓർഗാനിസത്തിനോ എന്ത് സംഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ജീനോം എഡിറ്റിംഗ് എന്ന പ്രക്രിയയ്ക്ക് റിസർച്ചിൽ വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് കൊണ്ട് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരു പുതിയ ജീൻ ഞാൻ ഡിലീറ്റ് ചെയ്തു, ഇതിന് ഈ പ്രക്രിയയിൽ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് പ്രൊബബ്ലി ഇങ്ങനെയുള്ള ജനിതക വ്യതിയാനങ്ങൾ കൊണ്ട് ഈ ഡിസീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ പല മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലിപ്പോൾ സിങ് ഫിംഗർ, ടാലൻ, ക്രിസ്പർ കാസ്, അങ്ങനെ പല മെത്തേഡ്സിനെ പറ്റി നമുക്കറിയാം. ഇതിൽ ചിലത് വളരെ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റും, ചിലതിൽ എറർ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്, ചിലത് വളരെ ചീപ്പായിട്ട് ചെയ്യാം, ആരൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ക്രിസ്പർ കാസ് വളരെ ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ റിലേറ്റീവായിട്ട് ഈ മെത്തഡ്സിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് ക്രിസ്പർ കാസ് എഡിറ്റിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ മെത്തഡോളജീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ടെക്നോളജി ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യക്കാരനാണ്, ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ. ഈ സിങ് ഫിംഗർ ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ നമുക്ക് എൻജിനീയർ ചെയ്ത പ്രോട്ടീൻസ് ഉപയോഗിച്ച് DNA-യിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ പറ്റിയ ന്യൂക്ലിയസ്, സിങ് ഫിംഗർ ന്യൂക്ലിയസ് എന്ന് പറയും. ഈ ന്യൂക്ലിയസ് ആദ്യമായി ഡിസ്കവർ ചെയ്തത് ഈ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഈ സിങ് ഫിംഗർ ന്യൂക്ലിയസ് ഉപയോഗിച്ച് നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ക്ലിനിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിനുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ സിങ് ഫിംഗർ ന്യൂക്ലിയസ് നമുക്ക് എൻജിനീയർ ചെയ്തുണ്ടാക്കേണ്ടതാണ്. ഈ സിങ് ഫിംഗർ ന്യൂക്ലിയസ് നോർമൽ ഹ്യൂമൻ ബീയിങ്സിലുണ്ട്, പക്ഷേ ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ലാബിൽ ഇത് പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യണം. ഇത് വളരെയധികം ചിലവ് ഏറിയ വളരെയധികം കഷ്ടപ്പാട് ഉള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ടുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വെറൈറ്റിയാണ് വിച്ച് ഇസ് കോൾഡ് ക്രിസ്പർ കാസ്. ക്രിസ്പർ കാസിൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നോർമൽ ലാബ്സിൽ ഇത് ചെയ്യാൻ പറ്റും. ഒരു RNA-യും ഒരു പ്രോട്ടീനും, RNA നമുക്ക് സിന്തസൈസ് ചെയ്യാം, വാങ്ങിക്കുകയോ ചെയ്യാം, പ്രോട്ടീനും സിന്തസൈസ് ചെയ്യുകയോ വാങ്ങിക്കുകയോ ചെയ്യാം. ഇത് രണ്ടും ഒരു സെല്ലിനുള്ളിൽ വിട്ടാൽ ആ RNA എവിടെ പോയി ബൈൻഡ് ചെയ്യുന്നുണ്ടോ അവിടെ ഒരു ഡിലീഷൻ ഉണ്ടാവുകയും അതുമൂലം ആ ജനിതക വ്യതിയാനം സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് വളരെ ചീപ്പായിട്ട് ചെയ്യാവുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ്. പക്ഷേ ഓഫ്കോഴ്സ് ഞാൻ പ്രൊഫസർ പറഞ്ഞതുപോലെ ഇത് വലിയ സ്പെസിഫിക് ഉള്ള കാര്യമല്ല. അത് സെല്ലിനുള്ളിൽ പോയി എവിടെ അത് കട്ട് ചെയ്യുന്നോ എവിടെ അത് ഡിലീറ്റ് ചെയ്യുന്നോ അവിടെയൊക്കെ ഡിലീഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല എവിടെയൊക്കെ ഡിലീഷൻസ് ഉണ്ടായി, അത് സ്പെസിഫിക് ആയിട്ടുള്ള ഡിലീഷൻ ഉണ്ടാവാൻ പറ്റില്ല.
ഈ അടുത്ത കാലത്തായിട്ട് ഓഫ് കോഴ്സ് നമ്മളൊക്കെ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും, ചൈനയിൽ എംബ്രിയോസിൽ ഭ്രൂണങ്ങളിൽ ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ട് യൂസിങ് ക്രിസ്പർ കാസ് ടെക്നോളജി. ഇതിൽ കുറേയധികം നൈതികമായ വിഷയങ്ങളുണ്ട് അപ്പാർട്ട് ഫ്രം ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇത് വളരെയധികം അഡ്വാൻസ് ടെക്നോളജി എന്ന് നമ്മൾ പറയാം. കാരണം ഇതുവരെ കോശങ്ങളിൽ മാത്രം ചെയ്തിരുന്ന അത്രയും എക്സ്പെരിമെൻറ്റ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഹ്യൂമൻ എംബ്രിയോസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് എന്ന് പറയാൻ പറ്റും. ഇതൊരു ഇറ്റ്സ് എ മൈൽ സ്റ്റോൺ ഇൻ മെഡിക്കൽ സയൻസസ്. പക്ഷേ ഓഫ് കോഴ്സ് ഇറ്റ് ഓപ്പൺസ് അപ്പ് ലോട്ട് ഓഫ് എത്തിക്കൽ ഇഷ്യൂസ്. നൈതികമായ കുറേ വിഷയങ്ങൾ ഇതിലുണ്ട്. ഇതിനെപ്പറ്റി പ്രൊഫസർ. പൊതുവെ എത്തിക്സിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു വിഷയം കൂടെ, അതായത് ഒരു ജീവിയെ പൂർണ്ണമായി കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തുകൊണ്ട്, ഇപ്പോൾ ക്രെയ്ഗ് വെൻറ്ററും ടീമും ഒരു ബാക്ടീരിയയെ അങ്ങനെ ഉൽപ്പാദിപ്പിച്ചു എന്നാണ് പറയുന്നത്, അല്ലെ? സിൻ 1 എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഉൽപ്പാദിപ്പിച്ചു എന്ന് പറയുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 2016. അത് പൂർണ്ണമായിട്ടും അങ്ങനെ അല്ല എന്നാണ് പറയപ്പെടുന്നതെങ്കിലും പൂർണ്ണമായി ഒരു കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു ഓർഗാനിസത്തെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ സാങ്കേതിക വിദ്യ എത്ര ദൂരമാണ്, എത്ര നാളിനുള്ളിൽ അത് സാധിക്കുമെന്നുള്ളതാണ് ഒരു എക്സ്പെക്റ്റേഷൻ. അത് അതിൻ്റെ നൈതികതയൊക്കെ നിൽക്കട്ടെ, അത് പിന്നെ നമുക്ക് പിന്നെ സംസാരിക്കാം. അങ്ങനെയുള്ള സംഭാവ്യമാണോ? സോ ഈ ക്രെയ്ഗ് വെൻറ്റർ ചെയ്തു എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ പഠിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു ടെക്സ്റ്റ് കിട്ടി, ഓക്കെ, അത് നമ്മൾ കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് അത് നമ്മുടേതായ ഒരു ടെക്സ്റ്റാക്കി. പക്ഷേ 90% ഓഫ് ദ ടെക്സ്റ്റ് ഈസ് ഫ്രം ദ ഒറിജിനൽ ടെക്സ്റ്റ്. അതാണ് ക്രെയ്ഗ് വെൻറ്റർ ചെയ്തത്. ഒരു ഓർഗാനിസം എടുത്തു, അതിൻ്റെ ജീനോം കുറച്ചൊക്കെ വ്യത്യാസം വരുത്തി, പക്ഷെ പൂർണ്ണമായും വ്യത്യാസം വരുത്തിയില്ല, കുറച്ചൊക്കെ വ്യത്യാസം വരുത്തി. അത് സിന്തസൈസ് ചെയ്ത് ഒരു പുതിയ സെല്ലിനുള്ളിൽ വിട്ടപ്പോൾ അത് പുതിയൊരു ഓർഗാനിസമായി. സോ ഇൻ റിയാലിറ്റി അതൊരു പുതിയ ഓർഗാനിസമാണ്, കാരണം അങ്ങനത്തെ ഒരു ഓർഗാനിസം എക്സിസ്റ്റിംഗ് അല്ല. പ്രൊഫസർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇൻ ദ ഫ്യൂച്ചർ ക്യാൻ യു ക്രിയേറ്റ് എ ന്യൂ ഓർഗാനിസം ഓൾ ബൈ ഇറ്റ് സെൽഫ് വിതൗട്ട് ഈവൻ കോപ്പിയിങ് ഫ്രം സംവെയർ എൽസ് ആൻഡ് ക്രിയേറ്റ് എ ന്യൂ ഓർഗാനിസം? ഇത് ടെക്നിക്കലി സംഭാവ്യമാണ്. ഇതിൻ്റെ ഒൺലി ടെക്നോളജിക്കൽ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ DNA സിന്തസിസ്, DNA ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് ഇസ് നോട്ട് വെരി ടെക്നിക്കലി അഡ്വാൻസ്ഡ്. ഇപ്പോൾ DNA സിന്തസിസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഓൾമോസ്റ്റ് 500 ബേസ് പെയർസ് ആണ്. ആളുകൾ ജിനോം സിന്തസിസ് ചെയ്തിട്ടത് മാക്സിമം ഓഫ് എ ഈസ്റ്റ്, ദാറ്റ് ഈസ് അറൌണ്ട് 16 മില്യൺ ബേസ് പെയർ. നമ്മുടെ ഹ്യൂമൻ ജീനോം 3.3 ബില്യൺ ബേസ് പെയർസ് ആണ്. അപ്പോൾ ടെക്നോളജിക്കലി അഡ്വാൻസ്മെൻറ്റ് കുറച്ചും കൂടി സംഭവിക്കണം ഇൻ ജീൻ സിന്തസിസ്, DNA സിന്തസിസ് ബിഫോർ ദിസ് ക്യാൻ ഹാപ്പൻ. പക്ഷേ ടു ക്രിയേറ്റ് ന്യൂ ഓർഗാനിസംസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ബാക്ടീരിയ ടിപ്പിക്കലി 5 മില്യൺ ബേസ് പെയർസ് ആണുള്ളത്, വളരെ ചെറിയ ഓർഗാനിസംസ് ആണ്. ടു സിന്തസൈസ് ബാക്ടീരിയൽ ജീനോംസ് ഇസ് ടെക്നിക്കലി പോസിബിൾ ഇൻ മെനി കൺട്രീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ. But creating a new organism, like for example a new human being, will probably take many more decades of advancement. നമ്മുടെ സമയം കഴിയാറായി. ഇതിനെ ഇപ്പോൾ ഈ പറയുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പറ്റി പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഒരു വശത്ത്, മറുവശത്ത് ഒരുപാട് ആശങ്കകളുണ്ട്. അപ്പോൾ ഈ ആശങ്കകൾ എന്ന് പറയുന്നത് നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. ആ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഇത് ഒന്നും സാരമില്ല, നമുക്ക് സയൻസ് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും, ബാക്കിയുള്ള കാര്യമൊന്നും അങ്ങനെ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഈ കാര്യങ്ങളിലുള്ള ആശങ്കകൾ അഡ്രസ്സ് ചെയ്തേ തീരുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നൈതിക പ്രശ്നങ്ങൾ, എത്തിക്കൽ കൺസേൺസ് എന്ന് പറയുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാന കൺസേൺസ് ഞാൻ ഷെയർ ചെയ്യാം. അതിലൊന്ന്, ഇന്ന് തന്നെയുള്ള സാങ്കേതിക വിദ്യകളെ പറ്റി പറയുകയാണെങ്കിൽ 2 കാര്യങ്ങൾ എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന്, ഇതിൻ്റെ സീക്രസിയും കോസ്റ്റുമാണ്. ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം എത്ര കണ്ട് ഓരോ കമ്പനികളും ഈ ജീവിയുടെ ഇന്ന സീക്വൻസ് ഇത് ഞങ്ങളുടെയാണ്, ഈ അറിവ് ഞങ്ങളുടേതാണ്, ഞങ്ങൾ പുറത്ത് വിടില്ല എന്ന് പറഞ്ഞ് പേറ്റൻറ്റിങ്, ജീനുകളെ പേറ്റൻറ്റ് ചെയ്യുന്ന അവസ്ഥ. പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ
നമ്മൾ എഡിസൺ ബൾബിന് പേറ്റന്റ് കൊടുത്ത പോലെയുള്ള പുതിയ ഇൻവെൻഷൻസിനാണ് പേറ്റന്റ് കൊടുക്കുന്നത്. നേച്ചറിൽ ഓൾറെഡി ഉള്ള സാധനത്തെ പേറ്റന്റ് ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇന്ന് പലരും ചെയ്യുന്നത് ഈ ജീൻ സീക്വൻസ് അതിൻ്റെ ഉപയോഗം ഇന്നതാന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ജീൻ സീക്വൻസ് ഞങ്ങളുടെയാണ്, ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ് തരണം എന്ന് പറയും. അപ്പോൾ സീക്രസി ഈസ് ദി എനിമി ഓഫ് സയൻസ്. എവിടെയൊക്കെ സാധനങ്ങൾ സീക്രട്ടായിരിക്കുന്നു അപ്പോൾ പിന്നെ പുരോഗതി ഉണ്ടാവില്ല. നമ്മുടെ ഇന്ത്യയിലുള്ള പാരമ്പര്യ ശാസ്ത്രങ്ങൾ ആയുർവേദം അടക്കമുള്ള നോക്കിയാൽ തന്നെ അറിയാം എന്തുകൊണ്ട് മുരടിച്ചു പോയി എന്നുള്ള ഒരു കാരണം സീക്രസിയാണ്. ഓപ്പണായി കാര്യങ്ങൾ ചെയ്യുന്ന അതാണ് ഈ ഓപ്പൺ ജിനോംസ് എന്ന് പറഞ്ഞ് പലരും വാദിക്കുന്നത് തന്നെ. വിനോദൊക്കെ അതിൻ്റെ വക്താക്കളാണ് ശരിക്കും. ഓപ്പണും കൊളാബറേഷനും ഓപ്പൺനെസ് എന്ന് പറയുന്നത് അത് ആണ് ഒരു സാധനം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതുകൊണ്ട് ഗുണഫലങ്ങൾ സാധാരണ മനുഷ്യർക്ക് കിട്ടാൻ വയ്യാത്ത രീതിയിൽ അതിൻ്റെ കോസ്റ്റ് വല്ലാതെ കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ പേറ്റൻറ്റും കോസ്റ്റും ഇതാണ് ഒരു സംഗതി. രണ്ടാമത്തെ ഒരു സംഗതി പലപ്പോഴും ജനങ്ങൾ ഉന്നയിക്കുന്നൊരു പ്രശ്നം, ഇതൊക്കെ ലാബിൽ ഇതാക്കി കളിച്ച് നിങ്ങൾ ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റേഴ്സിനെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും ആ പേടി അസ്ഥാനത്താണെന്ന് കൂടിയാണ്. കാരണം ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്ന പല സാധനങ്ങളും വളരെ ഫസ്റ്റീഡിയസ് ഓർഗാൻസാണ്. അതിനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അതിന് ജീവിക്കാനുള്ള ശേഷിയൊന്നുമില്ല. ആ ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളും പ്രത്യേക കണ്ടീഷണാലിറ്റീസും ഒക്കെ വെച്ചാണ് നമ്മളിത് വളർത്തുന്നത്. ഇപ്പം തീർക്കാം. കണ്ടീഷണാലിറ്റീസ് കൂടെയുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുന്നുള്ള വലിയ ചോദ്യമില്ല. പിന്നെയുള്ളത് ഡെലിബറേറ്റ് ആയിട്ട് ബയോളജിക്കൽ വാർഫെയറിനെല്ലാം വേണ്ടി ആൾക്കാർ ഇത് ഉപയോഗിക്കാമോ എന്നുള്ള ഡെലിബറേറ്റ് മിസ്ചീഫ്, അത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. അതിന് വളരെ വലിയ തോതിലുള്ള റെഗുലേറ്ററി മെക്കാനിസംസ് വരുത്തുക എന്നുള്ളതാണ് സംഗതി. പിന്നെ പുതിയ ജീവൻ, പുതിയ ജീൻസ്, മനുഷ്യനിലൊക്കെ പുതിയ ജീൻസ് വെക്കുന്നത് അത് എത്ര അത് കൾച്ചറലി ഡിറ്റർമിൻഡ് ആയിട്ട് ചില മനുഷ്യരാണ് സുപ്പീരിയർ, അവരുടെ ആര്യൻ സിദ്ധാന്തം ഉണ്ടല്ലോ, അങ്ങനെ വരുമ്പോൾ അത് തെറ്റാണ്. നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, എല്ലാ മനുഷ്യർക്കും രാത്രി കുറച്ചുകൂടെ നന്നായി കാണാൻ വേണ്ടിയുള്ള ഒരു ജീന് നമ്മൾ കൊടുത്താൽ അത് നല്ലതോ ചീത്തയോ? നമ്മുടെ മണത്തിനുള്ള എല്ലാ ജീനും അടിച്ചുപോയി. മിക്കവാറും ഇപ്പം നായക്കൊക്കെ ഉള്ള പോലെയുള്ള മണക്കാനുള്ള ശക്തി നമുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ജീൻസ് ഉണ്ട്, പക്ഷെ അതെല്ലാം സ്യൂഡോ ജീൻസാണ്, കേടുവന്നു പോയ ജീൻസാണ്. അതിനെയൊക്കെ പുനരുജ്ജീവിപ്പിച്ച് നല്ലവണ്ണം മണക്കാനുള്ള ശക്തി മനുഷ്യന് കിട്ടിയാൽ നല്ലതാണോ ചീത്തയാണോ? എനിക്കതിന് ഉത്തരം അറിയില്ല. ഇതൊക്കെ ഇത് ഉയർത്തുന്ന പുതിയ ചോദ്യങ്ങളാണ്. വിനോദിനോട് സോ കൺക്ലൂഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത 20-25 കൊല്ലം കാണാൻ പോകുന്ന സയൻസ് ആൻഡ് ടെക്നോളജി ഇസ് മച്ച് ബിയോണ്ട് വട്ട് വി ഓൾ ഹാവ് സീൻ ഇൻ ദ പാസ്റ്റ്. വേർഡ് പ്രൊസസ്സേഴ്സും മൈക്രോസോഫ്റ്റ് വേർഡും വന്നതിന് ശേഷം, ഓപ്പൺ ഓഫീസ് വേർഡും വന്നതിന് ശേഷം നമുക്ക് എത്ര അധികം പുസ്തകങ്ങൾ, എത്ര അധികം ലേഖനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ക്യാമറ വന്നതിന് ശേഷം, ഡിജിറ്റൽ ക്യാമറ വന്നതിന് ശേഷം നമുക്ക് എത്ര അധികം പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അത്രയും പോസിബിലിറ്റീസാണ് ടെക്നോളജീസ് ഓഫർ ചെയ്യുന്നത്. നമ്മളത് എന്തിനു ഉപയോഗിക്കുന്നു അതിനെപ്പറ്റി ഓഫ് കോഴ്സ് ദറ്റ് നീഡ്സ് ടു ബി ഡിസ്കഷൻ. ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ഓഫ് കോഴ്സ് വി നീഡ് ടു ഹാവ് എ ഡിസ്കഷൻ. ആൻഡ് അറ്റ് വാട്ട് കോസ്റ്റ് ഡസ് ഇറ്റ് ഓൾ കം, അതും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നൗ ഓവർ ടു ദ ഓഡിയൻസ്. ഹലോ സർ, ഒരു കോമൺ മാൻ എന്ന നിലയ്ക്ക് ഒരു ആശങ്ക ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒരു 5 വർഷത്തിന് ശേഷം സപ്പോസ് ഈ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്തു, അത് ഓരോ ലാബുകളിലും എത്തി എന്ന് തന്നെ നമ്മൾ വിചാരിക്കാം. അപ്പോൾ ഈ ജീനോം സീക്വൻസിങ് നമ്മൾ നടത്തുക, ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ DNA സീക്വൻസ് നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് ഇതിനൊരു ഈ സീക്വൻസിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് കരുതുക, ഈ കുട്ടിക്ക് 50ാമത്തെ വയസ്സിൽ ഉദാഹരണത്തിന് ഒരു കോളോൺ ക്യാൻസർ വരാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഡിസീസ് വരാൻ പോവാണ്. ഇസ് ദിസ് ഡേറ്റ റിയലി ഇമ്പോർട്ടൻറ്റ്? 50ാമത്തെ വയസ്സിൽ വരാൻ പോകുന്ന ഒരു രോഗത്തിൻ്റെ അറിവ് എനിക്കുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതം കൂടുതൽ മിസറബിൾ ആക്കല്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സാധനം വരാൻ പോകുന്നുണ്ട് 45ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 60ാമത്തെ വയസ്സിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഈ മെഡിക്കൽ കോസ്റ്റും ഇതിൻ്റെ ഇൻഷുറൻസ് കോസ്റ്റും ഇതിൻ്റെ ഇൻഷുറൻസ് പോളിസിയും ഒക്കെ വല്ലാതെ വർദ്ധിക്കുകയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ വരുമാനം കൊണ്ട് ഈ അറിവ് വലിയൊരു പ്രശ്നമാവുന്നൊരു സാഹചര്യത്തിലേക്ക് ഇത് വരില്ലേ?
വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കാണുന്നതും ഇത് തന്നെയാണ്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ജനനം മുതൽ മരണം വരെ ആ കുട്ടിയുടെ DNA ഇസ് കോൺസ്റ്റൻറ്റ്, ആ കുട്ടിയുടെ ജിനോം ഇസ് കോൺസ്റ്റൻറ്റ്. ഒരു മനുഷ്യൻ ജനിച്ചതിന് ശേഷം ഫ്രം ബർത്ത് ടിൽ ഡെത്ത് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ക്യാൻ ആൻസർ ഓൺ ദ ജിനോം ഇസ് ഓൾസോ വെരി ഡിഫറെൻറ്റ്. ഒരു കുട്ടി ജനിച്ചാൽ ടിപ്പിക്കലി പീപ്പിൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ഉണ്ടോ, ഒരു ട്രീറ്റബിൾ കണ്ടീഷൻ ഈ കുട്ടിയിലുണ്ടോ, അങ്ങനെ ട്രീറ്റബിൾ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ കുട്ടീനെ വേഗം ട്രീറ്റ് ചെയ്യാൻ പറ്റും, വേഗം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, ആൻഡ് ദിസ് പേഴ്സൺ ക്യാൻ ഹാവ് എ നോർമൽ ലൈഫ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇന്നലെ ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു. വി വർ മീറ്റിംഗ് പേഷ്യൻസ് വിത്ത് പ്രൈമറി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. ഈ കുട്ടികൾക്ക് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം, ഇൻഫെക്ഷനുള്ള ഡിഫൻസ് മെക്കാനിസം ഇല്ല, കാരണം ഇവർക്ക് ജനിതകമായ ചേഞ്ചസ് ഉണ്ട്. പല കുട്ടികളും ഇവരുടെ ഡയഗ്നോസിസ് ആയത് തന്നെ 5, 10, 12 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ആൻഡ് ബൈ ദറ്റ് ടൈം ഓൾ ദെയർ സിസ്റ്റം ഹാസ് ആക്ച്വലി ബ്രോക്കൺ ഡൗൺ. ഈ കുട്ടികൾക്ക് ഇഫ് ദേ കുഡ് ഡയഗ്നോസ് ഹിം അറ്റ് ബർത്ത് ഓർ ഈവൻ ദ ഫസ്റ്റ് 6 months of birth, we could give something called immunoglobulin, intravenous immunoglobulin, and they could have a perfectly normal life, like all of us. We will not even recognize. So, testing is very important, depending upon the questions that you ask. If the question is going to help the patient, നമുക്ക് അത് ടെസ്റ്റ് ചെയ്യണം, ആ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചേ തീരൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താങ്കൾ ഉന്നയിച്ചത്, ഫോർ എക്സാമ്പിൾ ഒരു കാർഡിയാക് ഡിസീസ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കോളൻ ക്യാൻസർ, ഇത് ഓഫ് കോഴ്സ് മിഡിൽ ഏജസിലാണ് ഉണ്ടാകുന്നത്. ഇത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, പേഷ്യൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ആൻസർ പ്രോബബ്ലി പേഷ്യൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ട് ഇഫ് ദ പേഷ്യൻറ്റ് വാണ്ട്സ് ഇറ്റ്. സോ ദ പോളിസി ദാറ്റ് വി യൂസ് ഇസ്, നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മളുടെ അടുത്ത് ജിനോം ടെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആവശ്യപ്പെടുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് തിരിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടോ? ലൈക്ക് ഫോർ എക്സാമ്പിൾ യു മൈറ്റ് നോട്ട് വാണ്ട് ടു നോ അബൌട്ട് അൽഷീമേഴ്സ് ഡിസീസ്, കാരണം അതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ബട്ട് കോളൺ ക്യാൻസർ പ്രോബബ്ലി അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. യു മൈറ്റ് ആക്ച്വലി ബെനിഫിറ്റ് ഫ്രം നോയിങ് ഇറ്റ് ഫർദർ. എ ലോട്ട് ഓഫ് പേഷ്യൻസ് ഹു ഡൈ ഔട്ട് ഓഫ് സഡൻ കാർഡിയാക് ഡെത്ത്. ഐ മീൻ ഇറ്റ്സ് ആക്ച്വലി അരിത്മിയ. ഹൃദയത്തിൻ്റെ താളം തെറ്റുന്നത് ഒരു ജനിതക വ്യതിയാനം കൊണ്ടാണ്. ഈ വ്യതിയാനമുള്ള ആളുകൾ മിഡിൽ ഏജിൽ ഇഫ് ദേ അണ്ടർഗോ സ്ട്രെസ് ദേ ഹാവ് എ ഹാർട്ട് അറ്റാക്ക് ആൻഡ് ദേ ഡൈ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇഫ് ദേ കുഡ് ബി ഡയഗ്നോസ്ഡ് ഏർലിയർ ഓൺ, അവർക്ക് പേസ് മേക്കർ ഉപയോഗിച്ചിട്ട് ദേ കുഡ് ഹാവ് എ പെർഫെക്റ്റ്ലി നോർമൽ ലൈഫ്, എ ടെൻഷൻ ഫ്രീ ലൈഫ്. ഇങ്ങനത്തെ ആളുകൾ എല്ലാ ദിവസവും വിചാരിക്കുന്നത് ഞാൻ നാളെ മരിക്കുമോ, മറ്റന്നാൾ എൻ്റെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള ചിന്തകളാണുള്ളത്. സോ ഒരു ട്രീറ്റബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഓഫ് കോഴ്സ് ദ പേഷ്യൻറ്റ് വിൽ ബെനിഫിറ്റ്, ബട്ട് ട്രീറ്റബിൾ അല്ലാത്ത കണ്ടീഷൻ ആണെങ്കിൽ പ്രോബബ്ലി ദ പേഷ്യൻറ്റ് വിൽ നോട്ട് ബെനിഫിറ്റ്. ചില രോഗങ്ങൾ, ഇപ്പോൾ ഹണ്ടിങ്ടൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞ് വരുന്നതാണ്, ട്രീറ്റ്മെൻ്റ് ഇല്ല. അങ്ങനെയുള്ള കേസിൽ എനിക്ക് തോന്നുന്ന ചോയ്സ് ഷുഡ് ബി ഗിവൺ ടു ദ പേഷ്യൻറ്റ്. നിങ്ങൾക്ക് അറിയണോ വേണ്ടയോ? ചിലർക്ക് അത് പ്രിപ്പയർ ചെയ്യണം, അതിന് വേണ്ടി എന്നായിരിക്കും ചിലരുടെ ആഗ്രഹം, ചിലർക്ക് അത് അറിയണ്ടെന്നായിരിക്കും. അപ്പോൾ ആ ചോയ്സ് എന്ന് മാത്രമല്ല, നാളെ അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് വന്നു എന്നും, ഐ മീൻ വെരി ലൈക്ലി ദറ്റ് ഹണ്ടിങ്ടൺ പോലുള്ള സാധനങ്ങൾക്ക് സൊല്യൂഷൻ വരും എന്നുള്ളത്. അപ്പോൾ അത് ചോയ്സ് പേഷ്യൻറ്റിന് കൊടുക്കുക എന്നുള്ളതായിരിക്കും നല്ലത്. ഇതിനെപ്പറ്റി വളരെ കുറച്ചേ അറിയുള്ളൂ, അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു കുട്ടിയോ ലെവലിലാണോ ഇത് എഡിറ്റ് ചെയ്യുക എന്നുള്ളത്? നമ്മൾ ജനറ്റിക് എഡിറ്റിംഗ് നടത്തുകയാണെങ്കിൽ അത് ഏത് സ്റ്റേജിലാണ്, എംബ്രിയോളജിക്കൽ ഏത് സ്റ്റേജിലാണ്? നമ്മൾ ഒരു സെല്ലിലാണോ ചെയ്യുന്നത്, അല്ല കുറേ സെല്ലുകളിൽ ചെയ്യാണോ, എന്താ ചെയ്യുന്നത്? എംബ്രിയോണിക് എഡിറ്റിംഗ് എന്നത് ഓഫ് കോഴ്സ് യു കുഡ് ഡു ഇറ്റ് അറ്റ് മൾട്ടിപ്പിൾ സ്റ്റേജസ്. In fact, genome editing can also be done at multiple stages. സിക്കിൾ സെൽ പോലെയുള്ള അസുഖങ്ങളിൽ ആക്ച്വലി എംബ്രിയോണിക് സ്റ്റേജിൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സെൽസ് എല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ബോൺ മാരോയിലാണ്. അപ്പോൾ നമ്മുടെ ബോൺ മാരോയിലെ സെൽസ് എഡിറ്റ് ചെയ്താൽ മാത്രം മതിയാവും ടു സോൾവ് സിക്കിൾ സെൽ അനീമിയ. ഇത് എംബ്രിയോണിക് സ്റ്റേജിൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഫോർ എക്സാമ്പിൾ ഡിസീസസ്, ഫോർ എക്സാമ്പിൾ ഓഫ് ദ ബ്രെയിൻ, ഗ്ലൂക്കോഡിസ്ട്രഫി പോലെയുള്ള ഡിസീസസ് ഉണ്ട്. ഈ ഡിസീസസ് കുട്ടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബ്രെയിൻ സെൽസിനെയും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇത് ബ്രെയിൻ സെൽസ് റീജനറേറ്റ് ചെയ്യുന്ന ടിഷ്യൂസ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് എഡിറ്റിംഗ് ഹാസ് ടു ബി ഡൺ വെരി ഏർലി ഇൻ എംബ്രിയോജെനിസിസ്. സോ ഡൗൺ സിൻഡ്രോം ആക്ച്വലി ക്രോമോസോമൽ അബ്നോർമാലിറ്റിയാണ്. ആ
ആ ടെക്നോളജി ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ ഇൻ ദ ഫ്യൂച്ചർ പ്രോബബ്ലി ഇറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. പക്ഷേ അത് ഏർലി എംബ്രിയോജൻസിസിൽ യു നീഡ് ടു ഡു ദാറ്റ്. പക്ഷേ സിക്കിൾ സെൽ അനീമിയ, തലസീമിയ പോലെയുള്ള രോഗങ്ങൾക്ക്, അല്ലെങ്കിൽ ഈവൻ സ്റ്റോറേജ് ഡിസോർഡേഴ്സ്, ഗോഷർ പോലെയുള്ള ഡിസീസസ്, ഇത് റീജനറേറ്റീവ് ടിഷ്യൂസിലുണ്ടാകുന്നത്. ഗോഷർ ഡിസീസ് ലിവറിലാണ് ഉണ്ടാകുന്നത്, ലിവറിലെ എൻസൈം ഡെഫിഷ്യൻസി കാരണമാണ്. അപ്പോൾ ലിവർ സ്റ്റെം സെൽസ് അഡൾട്ട് സ്റ്റേജിലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ യു ഡോണ്ട് നീഡ് ടു ഡു ഇറ്റ് അറ്റ് ദ എംബ്രിയോണൽ സ്റ്റേജ്. ഏതെങ്കിലും ഒരു പദാർത്ഥം മിസ്സിംഗ് ആണെങ്കിൽ, അതുകൊണ്ടാണ് പ്രശ്നമെങ്കിൽ, അത്രയും മിസ്സിങ് കുറേ സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ കുറേ കോശങ്ങൾ, ജനിതകമായി മാറ്റം ചെയ്ത കോശങ്ങൾ നമ്മൾ റീപ്ലേസ് ചെയ്താൽ മതി. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ഇനി ഇവർക്കുള്ള